അല്പം കൂടി വ്യക്തത വരുന്നു അപകടം സംബന്ധിച്ച് അല്ലേ? മണ്ണ് എടുത്തിട്ടിരുന്ന മണ്ണാണ് ഒലിച്ചു മാറിയെന്ന് തോന്നുന്നു അല്ലേ? അതെ, പ്രദേശവാസിയും പഞ്ചായത്തിന്റെ പ്രതിനിധികളും ഒക്കെ പറഞ്ഞതനുസരിച്ച് അവിടെ നിർമ്മാണത്തിനായി കൂട്ടിയിട്ടിരുന്ന മണ്ണാണ് ഇപ്പോൾ വലിയ തോതിൽ താഴേക്ക് ഇടിഞ്ഞിറങ്ങിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഒപ്പം പാറക്കഷ്ണങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. ആളുകൾ ഇപ്പോഴും മണ്ണിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരമുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരാളെ രക്ഷപ്പെടുത്തി. ഒരു മരണം സ്ഥിരീകരിക്കാനായിട്ടില്ല, പക്ഷെ ഒരു മരണമുണ്ട് എന്ന് ദൃക്സാക്ഷികൾ പറയുന്ന സാഹചര്യവും പ്രധാനമാണ്. ചില 5 പേരോളം ഇതിനകം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു സമീപത്തുണ്ടായിരുന്ന ആളുകൾ എന്നാണ് വ്യക്തമാക്കേണ്ടത്. വാഹനങ്ങളിൽ ഒരെണ്ണം കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരം കൂടിയുണ്ട് സജിത്ത്. പക്ഷെ അത് എത്രത്തോളം കൃത്യമാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒരു കോൺക്രീറ്റ് ഭിത്തി കൂടി ഉണ്ടായിരുന്നു. ഈ കോൺക്രീറ്റ് ഭിത്തിയിൽ നിന്നാണ് പാറക്കഷ്ണങ്ങളും ഒപ്പം ഈ പറഞ്ഞതുപോലെ കട്ടയും കല്ലും അടക്കം താഴേക്ക് അതിശക്തമായി ഒലിച്ച് ഇറങ്ങിയത്. ഈ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചിരുന്നു. മന്ത്രിയും ഇത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. AP അനിൽകുമാർ ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ കനത്ത മഴയെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു. പക്ഷേ ചെറിയ തോതിലുള്ള അറ്റകുറ്റപ്പണികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിനിടയിലാണ് ശക്തമായ മഴ തുടരുകയും ഇപ്പോൾ ഇത് അല്പം മുമ്പ് വരെ അതിശക്തമായ മഴ അവിടെ തുടർന്നിരുന്നു. ഈ മഴയിലാണ് വെള്ളം ഒലിച്ചെത്തി ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നമുക്ക് കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തകർക്കോ വാഹനങ്ങൾക്കോ ആംബുലൻസിനോ ഒന്നും എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. വലിയ ബ്ലോക്കാണ്. പ്രദേശത്തുടനീളം റോഡുകൾ തകർന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്തുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമാണ്. ഇത് ഈ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ സമീപത്തുള്ള നാട്ടുകാരും അവിടെ എത്തിയ ഫയർഫോഴ്സ് സംഘവുമാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. JCBയുടെ സഹായം തേടിയിട്ടുണ്ട്. മണ്ണ് മാറ്റുന്ന പ്രക്രിയയോട് നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ മണ്ണിനടിയിൽ പെട്ട ആളുകൾ എത്രയുണ്ട് എന്നും വാഹനങ്ങളടക്കം പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലുമൊക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഉള്ളത്. ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും തുരങ്കപാത നിർമ്മാണ മേഖലയിലാണ് ഈ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത്. മണ്ഡി മീനാക്ഷി പാലം എന്ന് പറഞ്ഞാൽ ഈ വാഹന ഗതാഗതമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കനത്ത മഴ വയനാട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്യുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ തുരങ്ക നിർമ്മാണ മേഖലയിലെ മണ്ണിടിച്ചിലിൽ അവിടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികളായിരിക്കാം അപകടത്തിൽപ്പെട്ടത് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും NDRF സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നു. NDRF സംഘം അവിടെ എത്തിച്ചേരാൻ സമയമെടുക്കും. ശക്തമായ മഴ പ്രദേശത്ത് ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇപ്പോഴും ശക്തമായ മഴയാണ്. അത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. പ്രദേശത്തെ പരിചിതരായ നാട്ടുകാർ, സമീപത്തുള്ള പഞ്ചായത്ത് അംഗങ്ങൾ ഒക്കെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും മറ്റും ചെയ്യുന്നത്. പക്ഷെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. മണ്ണിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടുത്താനും മറ്റുമായി ഒരുപാട് കടമകൾ കടക്കേണ്ടതുണ്ട്. അതിനുള്ള അതിതീവ്രമായ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇനിയിപ്പോ കുറച്ചുകൂടി വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് സജിത്ത്. കാര്യങ്ങൾ ഇപ്പോ അല്പം മുമ്പാണ് മന്ത്രി ടി സിദ്ദിഖ് നമ്മൾ സംസാരിച്ചത്. ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി VD സതീശൻ അടിയന്തരമായി കൂടിക്കാഴ്ച നടത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ നിർദ്ദേശം നൽകി. ഒപ്പം റവന്യൂ മന്ത്രി AP അനിൽകുമാറിനോടും കൃഷിമന്ത്രി ടി സിദ്ദിഖിനോടും ഇപ്പോൾ വയനാട്ടിലേക്ക് തിരിക്കാൻ വളരെ വേഗം തിരിക്കാൻ നിർദ്ദേശിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും നമുക്കറിയാം ഇതിനു മുൻപ് വയനാട് ഉണ്ടായ ഒരു വലിയ ദുരന്തം, അതിന്റെ ഒരു കെടുതിയും അതിന്റെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയതാണ്. അത് ഇപ്പോൾ അതിന്റെ ഒരു ആഘാതത്തിൽ ആ ജില്ല മോചിതമായിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഇത്രയും വലിയ ദുരന്തം വീണ്ടും നടക്കുന്നത്. ഇത്തരം മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിലും മറ്റും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റോപ്പ് മെമ്മോയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മേപ്പാടി ചൂരൽമല റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടായി. ഈ പ്രദേശത്ത് കൂടിയാണ് ഈ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തകർക്കും ആംബുലൻസിനും മറ്റും കടന്നു വരേണ്ടത്. ഇവിടെ ഗതാഗത തടസ്സം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഏതായാലും NDRF സംഘം എത്തുന്ന മുറയ്ക്കായിരിക്കും ഇനി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുക. അതിനു മുൻപ് തന്നെ പരമാവധി ആളുകളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ദുരന്ത നിവാരണം നടത്തുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ആ ദൃശ്യങ്ങൾ അതിഭീകരമാണ് സജിത്ത്. ഒരു പാലം മുഴുവൻ മണ്ണിനടിയിലായി കഴിഞ്ഞു. അത് മാത്രമല്ല പാറക്കഷ്ണങ്ങളും കട്ടയും അടക്കം ഒരു സംരക്ഷണ ഭിത്തി തന്നെ ഇടിഞ്ഞ് താഴേക്ക് വന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഗതാഗതയോഗ്യമല്ല, പൂർണ്ണമായും ഗതാഗതയോഗ്യമല്ലാതായി കഴിഞ്ഞു. അങ്ങോട്ടേക്ക് ആളുകളെ കിട്ടിയാൽ തന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഒരു വലിയ പ്രയാസമുള്ള കാര്യം
കാര്യമാണ്. ഏതായാലും ഇപ്പോഴും കനത്ത മഴ, ശക്തമായ മഴ ആ പ്രദേശത്ത് തുടരുന്നത് രക്ഷാപ്രവർത്തനത്തെ അതീവ ദുഷ്കരമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സംശയത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതനുസരിച്ച് മണ്ണ് മാറ്റിയുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. വാഹനം കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാലും വാഹനത്തിന്റെ അങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്നും ഇതുവരെ ഇല്ല. പക്ഷേ ഈ മണ്ണിന്റെ ഒരു അളവ് സംബന്ധിച്ചൊരു വ്യക്തതയില്ലാത്തതാണ് പ്രശ്നം. മല പോലെ അവിടെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു നിർമ്മാണ പ്രവർത്തനത്തിനായി എന്നാണ് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.